ഹലോ, ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3-4 സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യില്ല, ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷേ അതിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സൺഫ്ലവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവർ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ, അടിയിലൊന്നും പിടിക്കരുത്. ഞാൻ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് പലരും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല, മല്ലി, മുളക്, ചിക്കൻ മസാല, ഇതിൽ ഞാൻ ഈസ്റ്റേണിൻ്റെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് അത് പച്ചമണം മാറിയതിന് ശേഷം ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ആ മൂപ്പിച്ച പൊടി മാറ്റി വെച്ചിട്ടും പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അത് രണ്ടും കൂടി നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം മാറ്റി അരിഞ്ഞ് വെച്ച് സവോളയില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നല്ല ക്രിസ്പി ആയിട്ട് കടിക്കണ്ട, എന്നാൽ അധികം മൂത്തും പോകണ്ട. അങ്ങനെ നമുക്ക് സവോള ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ അടിയിലൊന്നും പിടിക്കാത്ത തരത്തിൽ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കും. അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പച്ചമുളക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ കൂടെ വരുമ്പോൾ അത് കുറുകി വരുന്ന സമയത്ത് നല്ലപോലെ വഴണ്ടി വരും. വറ്റിക്കുന്ന സമയത്തുണ്ടാവും. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് വരണം. ഏകദേശം ഈ ഒരു ടൈപ്പ് അടച്ച് വെച്ചിട്ട് തക്കാളി വേവിക്കാം. ഒരു പെട്ടെന്ന് കുറേ നേരം അടച്ച് വെക്കേണ്ട, അധികം നേരം അടച്ച് വെക്കേണ്ട, കുറച്ച് നേരം അടച്ച് വെച്ചാൽ ആവിയിലൊന്ന് നോക്കുമ്പോൾ അത് കുഴഞ്ഞു പോയിക്കോളും. അപ്പോൾ അത് അടച്ച് വെച്ചതിന് ശേഷം അപ്പോൾ മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി പച്ചമണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, മാറിയിട്ടുണ്ടാവും പച്ചമണത്തിൽ. അപ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് അതിൽ ഒഴിച്ചെടുത്തിരിക്കുന്നത്, പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ചോളും. എന്നിട്ട് കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് തിളച്ച് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെക്കണം. അടച്ച് വെച്ച് വേവിക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക, നമുക്ക് എരിവൊക്കെ പാകമാണോ നോക്കുക. ഞാൻ അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആളാണ് കേട്ടോ, അതിനനുസരിച്ചുള്ള എരിവൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചിക്കൻ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെട്ടി തിളച്ച് ഒന്ന് കുറുകി വരുന്ന നേരത്തെ ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.